നിങ്ങൾ മന്ത്രം ജപിക്കാറുണ്ടോ? ജപിക്കുന്ന മന്ത്രത്തിൽ പിഴവ് വരാറുണ്ടോ? അതിനാൽ ഈശ്വര കോപം ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നുണ്ടോ? മനഃപൂർവ്വം അല്ലാത്ത പിഴവുകൾ മനുഷ്യ സഹജമാണ്. അക്ഷര പിശക്, ഉച്ചാരണ പിശക്, എണ്ണത്തിലെ പിശക് എന്നിവ അറിയാതെ സംഭവിക്കുന്നത് മഹാപാപം ഒന്നുമല്ല. പക്ഷേ നമ്മളിൽ അത് ഒരു സംതൃപ്തി കിട്ടാത്ത അവസ്ഥയിൽ നമ്മെ കൊണ്ടെത്തിക്കും. മനസ്സിലെ പല വ്യവഹാരങ്ങളിൽ ഏകാഗ്രത നഷ്ടപ്പെടുന്നതിനാലാണ് നല്ലപോലെ അറിയാനിട്ടും ചിലപ്പോൾ തെറ്റുവരുന്നത്. ഭഗവാന് നമ്മൾ എന്ത് സമർപ്പിച്ചാലും അത് പൂർണ്ണതയോടെ ആയിരിക്കണം, അല്ലേ? എന്നാലേ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും പൂർണ്ണമായിരിക്കുള്ളൂ. അത്തരത്തിൽ നമുക്ക് പറ്റുന്ന പിഴവുകൾക്ക് നമ്മുടെ പൂർവികരാൽ തന്നെ പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് സമർപ്പണ മന്ത്രം. ഏകാഗ്രതയോടെ നല്ല വ്യക്തമായി പല ആവർത്തി വായിച്ചു പഠിക്കുകയോ നോക്കി വായിക്കുകയോ ചെയ്യാം. മന്ത്രം: കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യക്തി സകലം പരസ്മൈ ശ്രീ നാരായണ യതി സമർപ്പയാമി, ശ്രീ സദാശിവായ യതി സമർപ്പയാമി, ശ്രീ ജഗദംബിക യതി സമർപ്പയാമി. അവസാനമായി സർവ്വലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നും പ്രാർത്ഥിക്കാം. കൊച്ചുകുട്ടികൾ ഈ മന്ത്രം ചൊല്ലുന്നത് വളരെ വിശേഷ ഫലം സിദ്ധിക്കും. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നന്ദി.